അപ്പോൾ ഗൈസ് നമ്മുടെ പാർട്ട് 2 കോപ്പൻഹാഗൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇപ്പോൾ നമ്മളുള്ളത് കോപ്പൻഹാഗനിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ രാവിലെ എണീറ്റ് റെഡി കുളിച്ച് കുറിയൊക്കെ തൊട്ട് കുളിച്ച് കുറിയും തൊട്ടില്ല കേട്ടോ, നേരെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനും അടുത്തത് എങ്ങോട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു വിയറ്റ്നാമീസ് കടയിൽ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഫുഡ് എടുക്കുകയാണ്. അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്ത് വലിച്ചു വരി, എൻ്റെ കുറച്ച് പൈസ പോയി ഓമ്പി കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് നേരെ അടുത്ത് ഇന്നലെ കണ്ട, അതായത് കഴിഞ്ഞ പാർട്ട് 1 വീഡിയോ കണ്ട കനാൽ സൈഡിലേക്ക് ഒന്നുകൂടെ ഒന്ന് വന്നു. ഇവിടെ നല്ല തിരക്കാണ്. 10 മണിയായി നമ്മൾ എണീറ്റപ്പം, ഒരു 11 മണിയൊക്കെ ഇപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ വന്നപ്പോൾ നല്ല തിരക്ക്, കിട്ടില്ല തണുപ്പ്. ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്ക് നമ്മുടെ കൈ ജാക്കറ്റിൻ്റെ പുറത്തിട്ട് നടക്കാൻ പറ്റില്ല, അത്രയും തണുപ്പ്. കുറേ നേരം ഞങ്ങൾ അതിലൂടെ നടന്നു. അപ്പം പിന്നെ രാത്രി കാണുന്ന തന്നെയാണ് ഭംഗി. പകൽ കാണുന്ന ഭംഗി ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ രാത്രിയിലെ ഭംഗി അല്ലല്ലോ പകൽ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിലൂടെയൊക്കെ നടന്നു. അപ്പോൾ ഗൈസ് നമ്മൾ കനാൽ ഭാഗം ഫുള്ള് കവർ ചെയ്ത ശേഷം നേരെ വന്നിരിക്കുന്നത് കോപ്പൻഹാഗനിലെ തന്നെ ഫേമസ് ആയ ഒരു പാലസിലാണ്. ഈ പാലസിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഫെഡറിക്സ്ബർഗ് എന്നാണ് ഈ പാലസിന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കോപ്പൻഹാഗൻ മെയിൻ ടൗണിൽ നിന്ന് 2 ബസ് പിടിച്ചാണ് ഈ പാലസിലേക്ക് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറോളമുണ്ട്. പാലസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, പാലസിന് പ്രത്യേകിച്ച് പ്രത്യേകമൊന്നുമില്ല, എല്ലാ പാലസ് പോലെ തന്നെ യൂറോപ്പിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ പാലസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ സാധാരണ എല്ലാ പാലസിൻ്റെ എവിടെ പോയാലും കവർ ചെയ്യാറുണ്ട്. അകത്ത് കയറാനുള്ള വകയില്ല, നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങി തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ ഈ പാലസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഒരു പ്രത്യേകമുണ്ട് പാലസിന്. പാലസിൻ്റെ ഗാർഡൻ, അതൊരു ഒന്നൊന്നര ഗാർഡനാണ് ഗൈസ്. ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് പച്ച നിറത്തിൽ, നടുക്കൊരു കുളവും കുറേ താറാവും, കുറേ ആൾക്കാർ വന്നിരിക്കുന്നു, പിള്ളേർ, പെറ്റ്സ്, ഇങ്ങനെ അടിപൊളി ഒരു പാലസ്. കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എൻ്റെ ഗാർഡൻ. അത് ചെറുതൊന്നുമല്ല ഗൈസ്, കുറേ നടക്കാനുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്ന എല്ലാം ഒരു ഏക്കർ സാധനമുണ്ട്. അത് മേളിൽ നിന്നുള്ള വ്യൂ എല്ലാം കണ്ട ശേഷം ഞാൻ പയ്യെ നമ്മുടെ കാസ്റ്റലിൻ്റെ പാലസിൻ്റെ ഗാർഡനിലേക്ക് പയ്യെ ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാസ്റ്റലിലുള്ള ഒരു കുളമാണ് ഗൈസ്, കുളം അല്ലെങ്കിൽ തടാകം. ഇതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയേറിയ തടാകവും തടാകത്തിൻ്റെ ചുറ്റുവട്ടവും, പിന്നെ ഈ തടാകത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്ന താറാവുകളും, താറാവല്ലെങ്കിൽ വേറെന്തോ ഉണ്ട്, ഈ കറുത്തതൊക്കെ എന്ത് സാധനമാണോ എനിക്കറിയത്തില്ല ഗൈസിൻ്റെ പേരൊന്നും. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇവിടെ നോക്കി എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടെന്ന് നോക്കാം നമ്മുടെ കാസ്റ്റിൽ എങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ കാസ്റ്റിൽ. വാവ്, ഇതെങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ പറ. എൻ്റെ പൊന്നു, വിഷയം തന്നെ. എല്ലാരും കൂടെ അടുത്ത സ്പോട്ട് പിടിച്ചാലോ? അല്ലെങ്കിൽ രാത്രി അതുകൊണ്ട് അടുത്ത നമ്മൾ പറഞ്ഞ സ്പോട്ടല്ലേ? അടുത്ത എവിടെയാ? അല്ല, ഇവിടെ നേരിട്ട് അടുത്തുള്ള സ്പോട്ട് നോക്കാം. നമ്മൾ പാലസിൻ്റെ ചുറ്റോട്ടം എല്ലാം കണ്ട ശേഷം നമ്മൾ മെയിൻ റോഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കുകയാണ്, അല്ലേ പിന്നെ പെട്ടെന്ന് ഇരുട്ടാവും. അപ്പം പകൽ വെളിച്ചത്തിൽ കാണണമല്ലോ. നമ്മൾ പോകുന്ന വണ്ടിയാണ് ഗൈസ് കിടക്കുന്നത് 7A. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി നേരെ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐലൻഡ് ബ്രൈഗിയാണ് ഗൈസ്. ഇതൊരു ഐലൻഡ് എന്നാണ് പറയുന്നത്, പക്ഷേ എനിക്കിത് കണ്ടിട്ട് ഐലൻഡായിട്ട് തോന്നിയില്ല. ഞാൻ ഓർത്തോണ്ടിരുന്ന ഐലൻഡ് എന്ന് പറഞ്ഞാൽ 4 സൈഡും വെള്ളം, പിന്നെ നടുക്ക് കര, ഇങ്ങനത്തെ ഒരു സംഭവം എന്നാണ് ഓർത്തോണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം വെള്ളമുള്ളൂ ഗൈസ്. എന്താണാവോ? ലൊക്കേഷൻ കിടക്കുന്ന ഐലൻഡ് ബ്രൈഗി എന്നാണ്. പിന്നെ ഇവിടെ കുറേ ബിൽഡിങ്സും സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് അടിപൊളിയാണ് കാണാൻ. ഇത് സൺസെറ്റ് ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മളിപ്പം ബോട്ട് ജെട്ടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാവോ? നമ്മുടെ ജോർജോ പറയുന്ന പ്രകാരമാണെങ്കിൽ സമ്മർ വെക്കേഷൻ ആണ് നമ്മുടെ. അതെ, പറ്റിക്കണത്. നമ്മളിപ്പോ ഇതിലൂടെ നടക്കുന്നേ, നമ്മളിപ്പോ ബോട്ട് ചെട്ടി മറൈൻ ഡ്രൈവ് ഭാഗത്തിൽ കൂടെ ഉണ്ടോ? മറൈൻ ഡ്രൈവിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട് ഗൈസ്. അല്ലടാ, എവിടെ മരിറ്റ്? അത് മരിയറ്റ്.
നടന്നു മടുത്ത് കുറച്ചു നേരം ഇരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാം കഴിവ് കൂടിയ കഴിവേറികളാണ്. നിലവിളക്കുകൾ തെളിഞ്ഞൊരു മാനം, നിന്റെ മുഖം കണ്ടു കൊതിച്ചു പോയി മുഖം, നിനക്കിരിക്കുവാനൊരുങ്ങി എന്നുള്ളം ഇനിയെന്നും. നിലവിളക്കുകൾ തെളിഞ്ഞൊരു മാനം, നിന്റെ മുഖം കണ്ടു കൊതിച്ചു പോയി മുഖം, നിനക്കിരിക്കുവാനുള്ള ഇനിയെന്നും. അപ്പോൾ നമ്മൾ പാട്ടും കച്ചേരിയൊക്കെ കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. അടുത്തത് പിന്നെ ഒരു കാസ്റ്റിലാണ് ഗൈസ്. അപ്പോൾ ഈ ചെറുതായിട്ട് ഇരുട്ടായി നമ്മൾ സ്ഥലത്ത് ചെന്നപ്പം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1999 ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി കിടക്കാൻ ഉപയോഗിച്ച കൊട്ടാരമാണ് കാസിൽ. അതിൻ്റെ കാസിൽ. ഓക്കെ. പക്ഷേ ആ കാസിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് ഇട്ടില്ല. ഇവർ 4 മണി അതൊരു ലൈറ്റ് ഓഫ് ചെയ്തു. നൈറ്റ് ലൈഫ് ഇല്ല സ്ഥലം. അപ്പോൾ നമ്മൾ കാസ്റ്റിൽ മുഴുവൻ പുറമേ കണ്ടു കഴിഞ്ഞു ഗൈസ്. നമ്മൾ നിൽക്കുന്ന ഒരു ചർച്ചിൻ്റെ അടുത്താണ്. ഈ ചർച്ചിനെ കുറിച്ച് ജോൺജ പറയും ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫെഡറിക് ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് 145 വർഷം എടുത്തു പണിയാൻ. അത്രയും ഇതിൻ്റെ ആർക്കിടെക്റ്റ് മരിച്ചു പോയിട്ട് സ്ലോ ഡൗൺ ആയതാണെന്ന് കേട്ടെ. പിന്നെ ഇതെന്താ, ഇത് മാർബിൾ ചർച്ച് എന്നുള്ള രീതിയിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ കളറ് വൈറ്റ് പേൾ കളറിലാണ് ഇത് പണിതേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ദോം വലിയൊരു ദോമ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, അകത്തും അടിപൊളിയാണെന്ന് കേട്ടെ. പിന്നെ ഇത് റോക്കോക്കോ, അത് ഒരു ബാൾട്ടിക് ആർക്കിടെക്ചറിൽ പണിത ഒരു പള്ളിയാണ്. ഇതൊരു വലിയ സംഭവമാണ്. ബാക്കി പറഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇത് ഇനിയുണ്ട് കുറേ. ഇതിൻ്റെ ഞങ്ങൾ ചുറ്റിയാടുന്ന് കണ്ടു. ഇപ്പോൾ രാത്രിയും കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. സൂര്യമാമൻ നേരത്തെ പോയി. ഇതിൻ്റെ മേളിൽ കുറേ സ്കൾച്ചേഴ്സ് ഉണ്ടോ. ആ സംഭവം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ബിലീഫിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ബൈബിളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്കൾച്ചേഴ്സാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ താഴെയും കുറേ സ്കൾച്ചേഴ്സ് ഉണ്ട്. ആ സ്കൾച്ചേഴ്സ് ഡാനിഷിൽ, അതായത് ഡെൻമാർക്കിൽ ക്രിസ്ത്യൻ മിഷണറീസ് ആയിട്ട് പ്രവർത്തിച്ച ആൾക്കാരുടെ സ്കൾച്ചേഴ്സ് താഴെ കാണുന്നു. പിന്നെ ഇതിന് 4 പില്ലറുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇതിനെക്കുറിച്ച് എന്നാ പറയാനുള്ളത്. പിന്നെ ഇത് ഒരു ഇവാഞ്ചലിഷൻ ചർച്ചാണ്, പ്രൊട്ടസ്റ്റന്റ് ചർച്ചായിരുന്നു. ഇതുണ്ട് ഗൈസ്, കില്ലർ കെബാബ്. ഇത് കഴിച്ചാൽ മരിക്കും എന്നാണ് ജോൺജോ പറയുന്നത്. ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ മിക്കവാറും ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത്. ഇതോട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ട്രിപ്പ് തീരും. പിന്നെ ഞങ്ങളിന്ന് നൈറ്റ് ഇവിടുന്ന് കയറും ഗൈസ്. അപ്പം നമ്മളിപ്പം വന്ന് നിൽക്കുന്നത് ഫ്രീ ടൗൺ ക്രിസ്ത്യാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ലൊരു എന്താ പറയണേ, നല്ലൊരു വൈബ് സ്ഥലമാണ്. ഇവിടെയുള്ള എല്ലാവരും നല്ല ഡീസൻ്റായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കള്ളൊക്കെ കുടിച്ച് കുറേ കഞ്ചാവൊക്കെ ഇടിച്ച് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി അങ്ങനത്തെ ഒരു വൈബ് സ്ഥലം. ഇവിടെ ബോധത്തോടെ നടക്കുന്നവരെ കാണാൻ പ്രയാസമാണ് കേസ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബോധമായിട്ടുള്ളവർ, ബാക്കി ആർക്കും ബോധം തന്നെയില്ല. ഇവിടെ വീഡിയോ പ്രൊഹിബിറ്റഡ് ആണ്. വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നപ്പം. ഫോട്ടോസ് എടുത്തോ, പക്ഷേ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇമ്മാരൊരു കുട്ടിച്ചാത്തനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേസ്. ഇമ്മാർ ഇവിടെയുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് തടി കൊണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. പിന്നെ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ദ വേൾഡ് ഈസ് ഇൻ അവർ ഹാൻഡ്സ്. ഇത് വേൾഡിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ത് കുട്ടിച്ചാത്തനെ മറ്റേ തടി കഷ്ണം വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഗൈസ്. ഈ സ്ഥലത്തിൻ്റെ ഒത്തിരി വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. ആദ്യമേ വന്നിറങ്ങിയപ്പോൾ എടുത്ത 1-2 വീഡിയോസ് മാത്രമല്ലാതെ വേറെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ആരെങ്കിലും എടുക്കുന്ന കണ്ടാലും ഇത് വിഷയമാവും. പിന്നെ എന്നെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇച്ചിരി ഡേഞ്ചറസ് അല്ല ഗൈസ്. ഞാൻ നോക്കിയിട്ട് ഇച്ചിരി ഏറെ ഡേഞ്ചറസ് അല്ല. സൂക്ഷിച്ചില്ലേ പണി കിട്ടും നമുക്കിതിവിടെ. ഞാൻ വന്നില്ലേ? ഹാപ്പി
ഇതിൻ്റെ ആംഗിൾ ശരിയാവും. ഇവിടെ ഉണ്ടോ? ഐസ് സ്കേറ്റിംഗാ? കിട്ടില്ലല്ലേ, കിട്ടില്ല ഫ്രൈവല്ലേ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കോപ്പൻഹാഗൻ ഡെൻമാർക്കിലെ ട്രിപ്പുകളെല്ലാം അവസാനിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നോർവേയിലേക്ക് ബസ് കയറാൻ ലഗേജൊക്കെ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. ഇവിടുന്ന് ഒരു ബസ് കയറി നമ്മുടെ മെയിനായിട്ടുള്ള ബസ് ടെർമിനലിൽ ചെന്നിട്ട് അവിടുന്ന് നമുക്ക് ബസ്സുണ്ട്. നമ്മൾ നൈറ്റ് 9:45 കയറി രാവിലെ ഒരു 6 മണിന്ന് എത്തും. അങ്ങനെ ബസ് ബുക്ക് ചെയ്തേക്കുന്നത്. നൈറ്റ് ബസ്സിൽ കിടന്നുറങ്ങാനുള്ള. അപ്പം നമ്മൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കോപ്പൻഹാഗനിലെ ലാസ്റ്റ് വീഡിയോ കേട്ടോ അത്. ഇനിയിപ്പം വീഡിയോ ഉണ്ടാവില്ല. അപ്പം ബൈ ബൈ. ഇനിയിപ്പോൾ നമുക്ക് നോർവേയിലെ വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, ചൂസ്.